ലെൻസ് നോക്കിയോണ്ട് ക്യാമറ. ഓക്കെ, ജീവിതത്തിൽ അവസാനം ബ്യൂട്ടിഫുൾ. ഓക്കെ, നല്ല ഫോട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കുക്കുവിന്റെ അടുത്ത് വെച്ചപ്പോഴേ കരവ് ഉപകരിക്കും. അപ്പോൾ രണ്ടുപേരും സ്റ്റേജിനടുത്തോട്ട് നിന്നോ. അത് നിങ്ങളെ പറ്റി എനിക്ക് 2 വാക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാനുണ്ട്. ഞാൻ സംസാരിക്കുന്നിടത്ത് ആരെങ്കിലും ക്യാമറ കൊടുക്കണമല്ല. നാട്ടുകാരെ ഞാൻ സംസാരിക്കുന്നതൊക്കെ ക്യാമറ എടുക്കണം. നീ ഹലോ ചെക്ക് ചെക്ക് പുള്ളി മൈക്കിൽ നിന്ന് കണ്ടും കൂടാ. സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ഈ 2 നവദമ്പതികളുടെ കല്യാണത്തിനാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുക്കുവിൻ്റെയും പിന്നെ ഇന്ന് രാവിലെ കണ്ടുപിടിച്ച അപ്സുവിൻ്റെയും കല്യാണമാണ് ഇന്ന്. സുഹൃത്തുക്കളെ, കുക്കുവിന് എനിക്ക് നേരത്തെ അറിയാം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായ സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഒരാളുണ്ടാവും. കഴുത്തിൽ ചുമന്ന കോളറിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത സ്തുതിയെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത കുക്കു, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ, ഐ മീൻ കുക്കു. അവൻ്റെ അച്ഛൻ കാണാതെ മോട്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് നമ്മൾ ഒരുമിച്ച് സിനിമ കണ്ടിട്ടുണ്ട്. കടലമിട്ടായി വാങ്ങി തന്നിട്ടുണ്ട്. അതിന് അവൻ്റെ അച്ഛൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇട്ട് അവനെ ഉരുട്ടിയ സംഭവം ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. എടാ ഓന്തുളിക്ക് എൻ്റെ മുഖത്ത് സൂം ചെയ്ത് പിടി. എന്നൊരു യൂട്യൂബർ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് അവനായിരുന്നു. ഞാൻ കൂടുതൽ എമോഷണലായി. കുക്കുവിനും പിന്നെ അപ്സുവിനും നല്ലൊരു കല്യാണ ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ഈ സ്റ്റേജ് വിട്ട് ഇറങ്ങുന്നു. ബൈ ബൈ. നമുക്ക് കുക്കുവിനെയും കൂടെ കൊണ്ടുപോയാലോ? നന്ദിനി മഹാറാണി, അടിയൻ്റെ അടുത്തുള്ള വനത്തിലേക്ക് പോയിട്ട് വരാം. അടിയൻ ഇവിടെ തരും. ഞങ്ങൾ അടുത്തുള്ള വനത്തിൽ പോയി വരാം. അമ്മ മഹാറാണി ആ ക്ലാപ്പ് അണിച്ച് നമുക്ക് വിള പറക്കാൻ പോവാം. ഇപ്പം ആകെപ്പാടെ എൻ്റെ ഹെഞ്ചാൻ്റെ ഉണ്ടെങ്കിൽ ഒരു ഫിഷിംഗ് റോഡ് മാത്രമുണ്ട്. അൺബ്രേക്കിംഗ് 3യും കേഴ്സ് ഓഫ് വാനിഷിങ്ങും. ആ പവർ എൻ്റെ പഴയ ഗേൾ ഫ്രണ്ടിനും ഉണ്ടായിരുന്നു. സെറ്റല്ലേ? ഇതെന്തോ തിന്നണേ? ഇതൊക്കെ എവിടെ പോകണം? ഒന്നുമില്ലല്ലോ അതിനകത്ത്. തന്നെ എൻ്റെ ഓർഗൻസ് ഒക്കെ മിസ്സിങ് അല്ലേ? ഇവൻ എന്തോന്ന് പേര് കൊടുക്കും? ആത്മാവൊന്ന് പേരിട്ടാലേ? നിന്റെ അത് തന്നെ നിന്റെ പേര്. നിന്റെ പേരാണ് ആത്മാവ്. വാ, നിനക്ക് പിന്നെ ശരീരമില്ലല്ലോ, ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ. കലിവായിരുന്നു 1.5 മണിക്കൂർ ഞാൻ കിടന്ന കഷ്ടപ്പെട്ട സാധനങ്ങൾ. അവൻ താന്നു പോയി തോന്നുന്നു ഭൂമിയിലോട്ട്. ഞാൻ അതാ പറഞ്ഞു സേവ് ക്രിയേറ്റീവ് കൊടുത്തിട്ട് ലാവയോടാ ചാവടാ ചാവടാ നീ വേണം. ഓ, ഈ സൗണ്ട് കേൾക്കാൻ എന്ത് സുഖം. ഐഡിയുണ്ട്. ഗിവ് സുധി കമാൻഡ് ബ്ലോക്ക് ഇൻകോൾസ് മാറ്റി റിപ്പീറ്റ് കൊടുത്താൽ മതിയല്ലോ. എന്ത് സുഖം. കൊള്ളാം. ബുള്ളറ്റ് വീഴുമ്പോഴേയുണ്ട്. ഇതിൻ്റെ സ്പീഡ് എത്രയാണ് കുറയ്ക്കാൻ പറ്റും? ആ പുളി മുഴുവനും കേൾക്കാൻ വയ്യ. ഞാൻ വെച്ചോടത്തായി. ഈ സൗണ്ട് കേട്ടോണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നതാണ്. ഇവിടെ കിടന്ന് അത്രയ്ക്ക് നല്ല പാട്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ 2 ആക്കാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ചെവിക്ക് കുളിർമയാക്കുന്ന ഈ പാട്ടും കേട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ഉറങ്ങി വെച്ചിട്ട് വരാൻ.